രാജാവ് അവനോട് അവൻ്റെ ഈ ദുഃഖത്തെ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ആത്മീയതയാണ് എനിക്ക് വലുത്, എൻ്റെ റിലീജിയനാണ് എനിക്ക് വലുത്, എനിക്ക് രാജകൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളല്ല, സമ്പത്തല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാജാവ് അവനോട് കോപിക്കുകയല്ല. അവൻ പറഞ്ഞു, ദാറ്റ്സ് ഗ്രേറ്റ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്, നല്ല കാര്യം, ഓക്കെ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒട്ടനെ തന്നെ അവൻ പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്താ, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്. നോക്കുക, ഒരു ഇൻസ്റ്റന്റ് പ്രയർ. നെഹമയ വാസ് എ മാൻ ഓഫ് പ്രയർ, ഇല്ലേ? നെഹമയയെ കുറിച്ച് പറയുമ്പോൾ മതിൽ പണിതെന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. പലപ്പോഴും മതിൽ പണിയുടെ ആ എംഫസിസ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നെഹമയാവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് രാവും പകലും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഹി വാസ് പ്രേയിങ് ഡേ ആൻഡ് നൈറ്റ്. എൻ്റെ ഇവിടെ പ്രാർത്ഥന ഒരു സന്ദർഭത്തിലേക്ക് അവൻ രാജാവ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് അവൻ ഹി വാസ് പ്രേയിങ് വിത്തൗട്ട് സീസിങ്. കർത്താവ് പറഞ്ഞു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇല്ലേ? എപ്പോഴും അവൻ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലാണ്. അതിനുവേണ്ടി അവനൊരു പ്രത്യേക അന്തരീക്ഷം നോക്കുന്നില്ല, എപ്പോഴും പ്രാർത്ഥനയാണ്. ബെന്നി പ്രസാദ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനുണ്ട്. അവനൊരിക്കൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കൽ സിംഗപ്പൂരിലുണ്ടായിരുന്ന സമയത്ത് സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് അവൻ നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്ന, ഈസ്റ്റേൺ രീതിയിൽ ഗിറ്റാർ വായിക്കുന്ന ഒരു ദേവദാസനാണ്. അപ്പം ബെന്നി ഇത് വായിച്ച് കണ്ടപ്പോഴത്തേക്ക് ഇയാൾ വിരുണ്ടുപോയി. കാര്യം ഈസ്റ്റേൺ വേയിൽ ഇത് വായിക്കുന്ന അത്ര അയാൾ കേട്ടിട്ടേ ഇല്ല. അത് ഹീസ് യുണീക്ക്, വേൾഡ് വൈഡ് ആയിട്ട് പോകുന്ന ഒരു യാത്ര ചെയ്യുന്ന ആളാണ്. എന്നാൽ ബെന്നിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി, ഈ പ്രസിഡന്റ് കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹം. അവൻ പറഞ്ഞു, കർത്താവ് എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരു കൺട്രിയുടെ പ്രസിഡന്റ് അല്ലേ, ഇപ്പം ഞാൻ ചെന്നൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കാനോ വല്ലതും പറ്റുമോ, എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നൊന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച് പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ ഫോട്ടോഗ്രാഫ് വിത്ത് യു, ഞാൻ നിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അയാൾ വന്ന് പറഞ്ഞു, പ്രസിഡന്റ്. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് പ്രാർത്ഥിക്കുക. ഇൻസ്റ്റന്റ് ആയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അന്തരീക്ഷത്തിന് വേണ്ടി നോക്കി നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ദൈവസാന്നിധ്യത്തിലേക്ക് വരാൻ കഴിയുന്നവനാണ് ശരിയായിട്ടുള്ള ആത്മീയൻ. ഒരു നിമിഷാർത്ഥത്തിൽ ദൈവസാന്നിധ്യത്തിലേക്ക് വരാൻ കഴിയുന്നവൻ ഇൻസ്റ്റന്റ് ആയിട്ട്. നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഞാൻ പല സമയത്തും ആളുകൾ ചോദിക്കുക, അതെങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? നമ്മൾ എന്തോ വിഷയമാണ് പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്നത്, ബ്രദറെ വിഷയമെല്ലാം ഉണ്ടേ പറയണം കേട്ടോ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് തികയുന്നില്ല വിഷയം, ഇല്ലേ? കാര്യം 1 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് ഞാനങ്ങ് ദൈവസന്നിധിയിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു, 3/4 മണിക്കൂർ പോലും പ്രാർത്ഥിക്കാനുള്ള സാധനം കയ്യിൽ ഇല്ല. ഇതൊക്കെ നമുക്കെല്ലാം ഉള്ള പ്രശ്നമാണ്. 3/4 മണിക്കൂർ ആയെന്ന് വെച്ച് നോക്കുമ്പോഴാണ് 7 മിനിറ്റേ ആയുള്ളൂ മനസ്സിലാകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ടൈം ഒരിക്കലും, ഇല്ലേ? 1 മണിക്കൂർ ആയി കാണും ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് പറഞ്ഞ് വായിച്ചാൽ നോക്കുമ്പോൾ എത്രയേ ആയിട്ടുള്ളൂ? 7 മിനിറ്റേ ആയിട്ടുള്ളൂ. പിന്നെന്ത് ഇനിയിപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ വലിയ പ്രശ്നമാണ്. പ്രാർത്ഥനയ്ക്ക് വിഷയമില്ലെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, ഇല്ലേ? പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമുള്ള പ്രത്യേക വിഷയങ്ങളൊന്നും വേണ്ട. യു ക്യാൻ പ്രേ ഓവർ പീപ്പിൾ, യു ക്യാൻ പ്രേ ഓവർ പ്ലേസസ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യ കൂടെ പോകുന്ന പല സമയങ്ങളിലും സ്ഥലങ്ങളെ നോക്കി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എവ്രി ടൈം വെൻ ഐ വാസ് കമ്മിങ് ബാക്ക് ഫ്രം ദമോയിൽ നിന്ന് ഞാൻ മടങ്ങി വരുന്ന സമയത്ത് കുറച്ച് മലയുടെ ഒരു പ്രദേശമുണ്ട്, പത്തരിയ സ്റ്റേഷൻ അടുത്തായിട്ട്. പക്ഷേ ഈ മലകൾ കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലൊരു വലിയൊരു ബേർഡൻ ഉണ്ടായിട്ട്, കർത്താവ് ഇവിടെ ഒരു ക്രിസ്ത്യാനിയെങ്കിലും കാണുമോ? പോസിബിൾ അല്ല, ഒരു പോസിബിലിറ്റി ഞാൻ കണ്ടില്ല. എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, ഇച്ചിരി ദൂരെയുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്താ ചെയ്യാൻ, എപ്പോഴും ട്രെയിനിൽ പോകുമ്പോൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളത്. പക്ഷേ എപ്പോൾ അതിലേ പോയാലും ഞാൻ ആ മലയുടെ മേലെ നേരെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ നീ ഒരു സുവിശേഷനെങ്കിലും അവിടെ അയക്കണമേ, നീ ഒരു സുവിശേഷൻ അവിടെ അയക്കണമേ എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ഇന്ന് ഞങ്ങളുടെ മിഷൻ്റെ ഒരു ചർച്ച് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടോ ആരും പോയതല്ല. ഞാൻ ഈ പ്രാർത്ഥന എൻ്റെ ഒരു സ്വകാര്യ പ്രാർത്ഥനയായിരുന്നു. ഞാൻ എൻ്റെ മിഷനിലെ ഒരു മിഷനറിയോടും അവിടെ പോകാൻ പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ദൈവം നമ്മളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നുണ്ട്. പ്രേ ഓവർ പീപ്പിൾ. നിങ്ങൾ കാണുന്ന ആളുകൾക്ക് വേണ്ടി ആരെ കണ്ടാലും അയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തന്നെ എത്ര വലിയ ബുദ്ധിമുട്ട്. അതാണ് ഇടപെടാതെ പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പ്രേ ഓവർ പീപ്പിൾ. നിങ്ങൾ കാണുന്ന വ്യക്തിയൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ മനുഷ്യനെ അനുഗ്രഹിക്കണം, എനിക്ക് അറിയത്തില്ല അയാൾ ആരാണെന്നുള്ള, അയാളുടെ പ്രശ്നം എന്താണെന്നുള്ള എനിക്ക് അറിയത്തില്ല, കാൻ യു പ്രേ ഫോർ ഹിം? നിങ്ങളുടെ അടുത്തുള്ള ആളുകൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ വഴക്കുണ്ടാകത്തില്ലല്ലോ ഏറ്റവും കുറഞ്ഞത്, ഇല്ലേ? നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലോട്ട് ഒരുത്തൻ ബ്രൈറ്റായിട്ട് അടച്ചിട്ട് ആകെപ്പാടെ നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പോൾ, കർത്താവേ അവനെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിൽ ദേഷ്യം തോന്നുന്നു? ഇല്ലല്ലോ. റൈറ്റ്. വിശുദ്ധമായിട്ട് ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാര്യം അവനുമായിട്ട് ഒരിക്കലും എന്തുണ്ടാകത്തില്ല, ഒരു ക്ലാഷ് ഉണ്ടാകത്തില്ല, അല്ലേ? ഓൾവേസ് പ്രേ ഓവർ പീപ്പിൾ, പ്രേ ഓവർ പ്ലേസസ്. ഞാനൊരു ടിപ്പ് പറഞ്ഞതാ, പ്രാർത്ഥിക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞതാ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വേണം, ചുമ്മാ പ്രാർത്ഥിക്കുകയല്ല. ബിക്കോസ് ഗോഡ് ഹാസ് ആസ്ക്ഡ് us to bless the people. അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ്. ഒരു അനുഗ്രഹമാകേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവരുടെ മേലെല്ലാം അനുഗ്രഹം ചൊരിയേണ്ടതിന് വേണ്ടി ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആളുകളുടെ മേൽ പ്രാർത്ഥിക്കുക. ബ്രദർ ലോറൻസിന്റെ ദൈവസാന്നിധ്യ പരിശീലനം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ബ്രദർ ലോറൻസിന്റെ പുസ്തകം. അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു മൊണാസ്ട്രിയിലെ ഒരു കിച്ചണിലെ ഒരു കുശിനിക്കാരനായിരുന്നു വാസ്തവത്തിലെ ബ്രദർ ലോറൻസ്. ബട്ട് ഹി വാസ് പ്രേയിങ് ഓൾവേസ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റേജ്. നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മൾ കാണുന്ന ആളുകളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, സിസ്റ്റത്തെക്കുറിച്ച്, അതിനകത്തെ തകർച്ചകളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെ മതിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തി നമ്മളെ ചീത്ത പറയുമ്പോൾ പ്രാർത്ഥിക്കുക. ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞ ഒരാൾ പറയുമ്പോൾ ഓക്കെ പ്രൈസ് ലോർഡ്, ദൈവം ആ വ്യക്തിയെ സഹായിക്കട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിയുക. ഒരു ബ്ലെസ്സിങ് അയാളുടെ മേൽ ഇട്ട് കൊടുക്കുക. അതാ വാസ്തവത്തിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ എവിടുന്നെങ്കിലും 4 വിഷയം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഔട്ട്ക്രൈ ആണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എനിക്ക് ഒരു വേദന ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരു കൺസേൺ ഉണ്ടാകുന്നില്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. റൈറ്റ്? ഞാൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ആ രോഗിയെക്കുറിച്ചുള്ള വേദന എൻ്റെ മനസ്സിലുണ്ടാകണം. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അല്ലാതെ ഇവിടോട്ട് കൈ വെച്ച് എന്തോടെ അസുഖം, ശരി, കർത്താവേ ഇവൻ്റെ യോഗമെല്ലാം മാറണേ, എന്തോ നീ എന്താ അവിടെ നോക്കിയിരിക്കുന്നത് എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്കകത്തൊന്നും ഒരർത്ഥവുമില്ല. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ചുള്ള വേദന എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഐ ഷുഡ് ലവ് ഹിം, ഇസ്ന്റ് ഇറ്റ്? സ്നേഹത്തിൽ നിന്നല്ലാതെ എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകത്തില്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വാക്കിലൂടെ ഒഴുകി വരുന്ന കാര്യങ്ങളൊന്നും അല്ല ശക്തി എന്ന് പറയുന്നത്, ഹൃദയത്തിൽ നിന്നാണ് ഇത് വരുന്നത്. സോ നെഹെമ്യാ വാസ് പ്രേയിങ്. അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ഇതിനോട് ചേർന്ന് പറയട്ടെ, പ്രേയറിനെ കുറിച്ച് ഒത്തിരി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മേ ബി സം അതർ ടൈം ഐ ക്യാൻ പ്രേ, ഐ ക്യാൻ ടോക്ക് ഓൺ ദാറ്റ്. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിക്കും നമ്മൾ കാണുന്നത്. 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാമല്ലോ. അതിന് മുമ്പ് അവൻ രാജാവും രാജ്ഞിയും വരികയായിരുന്നു. രാജാവ് പറഞ്ഞു ഓക്കെ. അവൻ പറഞ്ഞു ഞാൻ പോയി ഒന്ന് പണിയട്ടെ, ആ യെരുശലേമിനെ ഒന്ന് പണിയാൻ, എൻ്റെ പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് എന്നെ അയക്കണമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു ഓക്കെ, നീ പോയിട്ട് നിനക്ക് എന്ന് വരാൻ പറ്റും? രാജ്ഞിയും ചോദിച്ചു ഓക്കെ, നീ അധികം സമയം എടുക്കരുത്, എന്നത്തേക്ക് നിനക്ക് വരാൻ പറ്റും? ഞാൻ അവരോടൊരു അവധി പറഞ്ഞു. അവൻ എന്നെ പറഞ്ഞു വിട്ടു. എന്നാൽ ആ പറഞ്ഞു വിട്ടതിനെക്കുറിച്ച് അവൻ പറയുന്നത് 8-ാം വാക്യത്തിൽ അവസാനമായിട്ട് പറഞ്ഞിരിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഈ ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കാത്തത്. എന്തൊക്കെ അവൻ ആവശ്യപ്പെടുന്ന നോക്ക്, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ അവിടെ അവൻ പറയുന്ന കാര്യം എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്. എപ്പോഴും നെഹെമ്യാ പറയുന്ന കാര്യം അതാണ്. അവൻ ഒരിക്കലും പറയുന്നത് രാജകൊട്ടാ ഞാൻ ഇത്രയും വിശ്വസ്തയോടുകൂടെ രാജാവിനെ സേവിച്ചത് കൊണ്ടും അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തെന്ന പോലെ. നമ്മളെപ്പോഴും ഉണ്ടല്ലോ ആളുകളെക്കുറിച്ച് വലിയ വലിയ ബന്ധങ്ങൾ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു കളയേണ്ട ഒരു പ്രധാന കാര്യമാണ്, തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ റിലേഷൻ. എനിക്ക് ഇന്നാരുമായിട്ട് ബന്ധമുണ്ട്, ഇന്ന പാസ്റ്റർ എന്നെ ഇന്നലെ ഫോൺ ചെയ്തായിരുന്നു, ഇന്ന മന്ത്രി എന്നെ ഇന്നാൾ വിളിച്ചായിരുന്നു, ഞങ്ങൾ അതിലേ പോയപ്പം എൻ്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ചേച്ചാ പോയത്. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുന്ന ആ സ്വഭാവം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് എപ്പോൾ പറഞ്ഞാലും പറയേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്. 18-ാം വാക്യത്തിലും അവൻ പറയുമ്പോഴത്തേക്ക് പറയുന്ന കാര്യം എന്നാണ്, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവിനോട് കൽപ്പിച്ച വാക്കുകളെ ഞാൻ അറിയിച്ചപ്പോൾ. 20-ാം വാക്യത്തിലും അവൻ പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. രാജകൊട്ടാരത്തിൽ അവൻ്റെ സ്വാധീനമല്ല, രാജാവിനോടുള്ള അവൻ്റെ സൗഹൃദമല്ല, അവനെപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വേറെ ഒരു യോഗ്യതയുമില്ല. നമ്മൾ ഒരു ആത്മികൻ്റെ ജീവിതത്തിൽ അവൻ എടുത്തു കളയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. നമ്മളെക്കുറിച്ച് പറയുന്ന സകല വാക്കുകളും അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ കരുണയല്ലാതെ വേറെ ഒന്നും നമുക്ക് അനുഭവിക്കാനായിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഹേരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ഞാൻ നദിക്കക്കരെ ദേശാധിപതിമാരുടെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവും പടനായകന്മാരും കുതിരച്ചേവരും എന്നോടുകൂടെ എൻ്റെ കൂടെ അയച്ചിരുന്നു. അവൻ രാജാവ്, ഞാൻ പറഞ്ഞല്ലോ, രാജാവ് ഇവൻ്റെ കൂടെ പോകാൻ വലിയ ഒരു ബറ്റാലിയനെ അയച്ചിരിക്കുകയാണ്. ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ജെറൂസലേം ആസ് ഇറ്റ്സ് ഗവർണർ. അവനെ പറഞ്ഞു വിടുന്നത് അവിടുത്തെ ദേശാധിപതിയായിട്ടാണ് എന്ന് തന്നെയല്ല, പോകുന്ന വഴിക്ക് അവിടെ മതിൽ പണിയാനും അതുപോലെ ദേവാലയത്തിൻ്റെ വാതിലുകൾ പണിയാനും ആവശ്യമായ മരങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ ഇഷ്ടം പോലെ കൊടുക്കാൻ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്? ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ സന്നാഹങ്ങളോടുകൂടെ അവൻ പോകുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇതെല്ലാം സാധിച്ചത് എന്താണെന്നാണ് പറയുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വേറെ ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമോ നമ്മളുടെ അറിവിൻ്റെ കാര്യമോ എൻ്റെ വചനപരിജ്ഞാനത്തിൻ്റെ കാര്യമോ സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെ ഉയർത്തുകയാണെന്നുള്ളത് മറന്നു പോകരുത്. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ
അത് അവൻ അവിടെ ചെന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹേരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരു ആൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. നോക്ക്, സൻബല്ലത്തും തോബിയാവും നെഹമയ വരുന്നെന്നറിഞ്ഞപ്പോൾ അവർക്കത് അനിഷ്ടമായി എന്ന് എഴുതിയിരിക്കുന്നത്. അവരവിടെ നല്ല സ്വാധീനമുള്ള ആളുകളാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. സൻബല്ലത്തിനെയും തോബിയാവിനെയും അവൻ്റെ ഇഷ്ടം നോക്കിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആത്മീകരാകാൻ പരിശ്രമിച്ചാൽ അനാത്മീകരായ ആളുകൾക്ക് സ്വാഭാവികമായും നിലനിൽപ്പില്ലാതെയാകും. അതാ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? നമ്മളുടെ വരവ് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവർ ആരെയൊക്കെ പ്രസാദിപ്പിക്കാൻ നോക്കിയോ അവരെല്ലാവരും ഇവർക്ക് ശത്രുക്കളാവുകയും ചെയ്യും. അതും ഒരു വാസ്തവമാണ്. നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് തന്നെയല്ല, അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ആ മനുഷ്യൻ തന്നെ നമുക്ക് ഒടുവിൽ എതിരായിട്ട് വരികയും ചെയ്യും. ദ ബെസ്റ്റ് വേ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രം നോക്കിപ്പോകാനായിട്ട് നമുക്ക് കഴിയണം. രാജാക്കന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രവചിക്കുന്ന ആളുകൾ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിഖയാവിൻ്റെ പ്രവചനത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോഴത്തേക്ക് മിഖയാവ് രാജാവിൻ്റെ സന്നിധിയിൽ പ്രവചിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ എന്താണ് 400 പ്രവാചകന്മാർ ഓൾറെഡി രാജാവിന് ഇഷ്ടമുള്ള കാര്യം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രവചിക്കാൻ പറ്റത്തില്ല. രാജാവ് ആളയച്ച് വിളിപ്പിച്ചപ്പോൾ ആ വിളിക്കാൻ പോയവർ പറഞ്ഞത് 400 പേരും എന്താണ്, രാമോത്തിലേക്ക് നീ പൊക്കോ, അത് നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ വാക്കും അവരുടെ വാക്കോട് ഒത്തിരിക്കണം. പിന്നെ എന്തിനാ പ്രവചിക്കാൻ വിളിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ ആർക്ക് വേണ്ടി ആരോട് പ്രവചിക്കുന്നു? അയാളുടെ ഇഷ്ടം അനുസരിച്ച് പ്രവചിക്കണം.